സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 4:8. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ നമ്മൾ കാമായിട്ടിരിക്കാൻ നമുക്ക് പറ്റില്ല, സമാധാനത്തോടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം നമുക്കറിയത്തില്ല നമ്മുടെ സമാധാനത്തെ കളയുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ഓരോ മൊമെന്റ്സിലൂടെയൊക്കെയാണ് നമ്മുടെയൊക്കെ ലൈഫ് സത്യത്തിൽ കടന്നു പോകുന്നത്. പക്ഷെ അവിടെയും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒരുപാട് എന്താ പറയുക ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ അതിൻ്റെ മധ്യത്തില് ദൈവത്തിൽ ബലമുള്ളവരായി, സ്ട്രോങ് ആയിട്ട്, കാമായിട്ട്, സമാധാനമുള്ളവരായിട്ടിരിക്കണമെന്ന് ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. 4-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് അതിനു മുൻപേ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ട് നമുക്ക് ആ സങ്കീർത്തനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, ദാവീദിന്റെ പൂർണ്ണ ആശ്രയവും സന്തോഷവും എന്ന് പറയുന്നത് ദൈവമാണ്. തൊട്ട് മുന്നത്തെ വാക്യത്തിൽ പറയുന്നത്, ധാന്യവും വീഞ്ഞും അവർക്കുണ്ടായപ്പോൾ വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ധാന്യവും വീഞ്ഞോ അല്ലെങ്കിൽ പുറമേയുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് സത്യത്തിൽ സന്തോഷം തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ ദാവീദ് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. സമാധാനം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവുമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് സത്യത്തിൽ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചുറ്റും കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാവരും ഹല്ലേലൂയ വലിയ ഹൈഫൈ ലെവലിൽ ജീവിക്കുന്നവരെല്ലാം ഉള്ളിൽ സമാധാനം ഉള്ളവരായിരിക്കണമെന്നില്ല. ഉറങ്ങാൻ കഴിയാത്ത എത്രയോ പേര്, ഉറക്കം നഷ്ടപ്പെട്ട എത്രയോ പേര്, ഉറക്ക ഗുളികകളെടുത്ത് ഉറങ്ങുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ കാമായിട്ടിരിക്കുക അല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു സ്ട്രെങ്ത് ആണ്. നമുക്ക് അതിന്റെ വാല്യൂ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ സമാധാനം പോകുന്നത്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ദൈവത്തിൽ ബലപ്പെട്ടിരിക്കുക, ദൈവത്തിൽ സമാധാനത്തോടിരിക്കുക, കാമായിട്ടിരിക്കുക. അതൊരിക്കലും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു മോശമായ ഒരു വശമായിട്ട് നമ്മൾ അതിനെ കാണേണ്ട കാര്യമില്ല, സീരിയസ് ഇല്ലായ്മയായിട്ട് കാണേണ്ട കാര്യമില്ല. മറിച്ച് അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ സ്വഭാവത്തെ കുറിച്ചാണെങ്കിലും നമ്മുടെ ദൈവ ആശ്രയത്തെ കുറിച്ചാണെങ്കിലും നമുക്ക് സിറ്റുവേഷൻസില് മുന്നോട്ട് എന്തായി ഏറായി തീരുമെന്നറിയാത്ത വിഷയങ്ങളുടെ ഒക്കെ മുന്നിൽ പല ക്രോസ് റോഡുകളിലൊക്കെ നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. പക്ഷെ അവിടെയും കർത്താവിൽ നമ്മൾ ഉറച്ചിരിക്കുവാണെങ്കിൽ ദാവീദിനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കാരണം നാളെ ഈ വിഷയം എന്നായി തീരും അല്ലെങ്കിൽ ഇന്ന സാഹചര്യം എപ്പോൾ മാറും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ആശ്രയം എൻ്റെ കർത്താവ് ആയതുകൊണ്ട്, സ്തോത്രം, ഞാൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്നത് കൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. കാരണം എന്നെ ശക്തിപ്പെടുത്തുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പിലാത്തോസിന്റെ മുമ്പിൽ യേശു കർത്താവ് നിന്നപ്പോൾ പിലാത്തോസ് ചോദിച്ച ഒരു ചോദ്യങ്ങളുടെ മുമ്പിലും കർത്താവ് പാനിക്കായിട്ട് നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവം യേശു കർത്താവ് അവിടെ ഭയപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ നിരാശപ്പെടുന്നതോ അലമുറയിടുന്നതോ നിലവിളിക്കുന്നതോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം ദൈവത്തിനറിയാം, പിതാവ് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി സംഭവിക്കാനുള്ളതാണ്. സ്തോത്രം. ഞാനിവിടെ കിടന്നുകൊണ്ട് എൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി, എൻ്റെ ന്യായത്തെ വിളിച്ചു പറയാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും അതിന് ഫലമില്ല എന്ന് കർത്താവിനറിയാം. പലപ്പോഴും ഇങ്ങനെയാണ്, നമ്മുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ മറ്റാരോഗ്യം ഇല്ലാതെ വന്നൊക്കെയും ശത്രു പല വിഷയങ്ങളും നമുക്കെതിരെ ഉയർത്തി വിടുമ്പോൾ അതിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയാൻ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്, കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് 100% സത്യമുണ്ടെന്നിരിക്കെ നമ്മൾ അത് വിളിച്ചു ഓടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിലാത്തോസിനെ പോലുള്ളവർ അത് കേൾക്കാനോ അല്ലെങ്കിൽ അതിന് നമുക്ക് അനുകൂലമായ നടപടി എടുക്കാനോ ഒന്നും സാധ്യതയില്ല. സ്തോത്രം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക. കാരണം ചില കാര്യങ്ങളിലൊക്കെയും കർത്താവിന്റെ പദ്ധതികൾ നടക്കണമെങ്കിൽ നമ്മളുടെ ചില മനഃപൂർവമായ ചില മൗനങ്ങൾ ആവശ്യമാണ്. ഹല്ലേലൂയ. മനഃപൂർവമായ ചില വിശ്വാസങ്ങൾ ആവശ്യമാണ്. സ്തോത്രം. അപ്പൊ മറ്റുള്ളവർ പറയും, ഇവർക്ക് എന്താ ഉളുക്കമില്ല, അതല്ലെങ്കിൽ കൂടെ നിന്നവർ ശിഷ്യന്മാർ
ശിഷ്യന്മാർ പോലെ ചിന്തിച്ച് കാണും മനസ്സിൽ, യേശുവിന് എന്തൊരു പോലെ, യേശുവിന് ഒരു കാര്യം പറഞ്ഞാൽ പോരെ എന്നൊക്കെയാ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നായിരിക്കും ഹൃദയത്തില്. അതുകൊണ്ടൊക്കെയാ പലരും ആ സമയം യേശുവിനെ വിട്ട് മാറി നിന്നതും നിരാശപ്പെട്ട അനുഭവങ്ങൾ കടന്നു പോയതും പിന്മാറ്റത്തിൽ പോയത് വരെ. പക്ഷെ അവിടെയും തന്നെ ഏൽപ്പിച്ച പിതാവ് ഏൽപ്പിച്ച ദൗത്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത് നിന്ന യേശുവിനെ പോലെ സ്തോത്രം നമ്മൾ കാമായിട്ടിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കർത്താവിലുള്ള വിശ്വാസത്തെ കാണിക്കുന്നത്. സ്തോത്രം. പള്ളിപ്രമാണിയുടെ വീട്ടിൽ യേശു കർത്താവ് കടന്നു വന്ന സാഹചര്യം മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞ് ആൾക്കാർ വന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു പറഞ്ഞ മറുപടി മരിക്കുവല്ല, ഉറങ്ങുക എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ ബഹളമുണ്ടാക്കിയ അല്ലെങ്കിൽ ശബ്ദകോലാഹലം ഉണ്ടാക്കിയ ജനത്തിന് നടുവിലൂടെ യേശു ശാന്തമായിട്ട് ചെന്നിട്ട് എല്ലാവരെയും യേശുവിന്റെ കൂടെ കൂട്ടിയില്ല. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം യേശുവിന്റെ കൂടെ കൂട്ടിയിട്ട് ആ മുറിക്കുള്ളിൽ കടന്ന് അടുത്ത പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ആ ഭവനത്തില്, എനിക്ക് തോന്നുന്നു ഭവനത്തില് ചിലപ്പോൾ അടുത്ത കുട്ടിയുടെ മാതാപിതാക്കൾ ആരെങ്കിലും ആയിരിക്കാം, വളരെ അടുത്ത മാത്രം റൂമിനകത്ത് കയറാൻ കർത്താവ് അനുവദിച്ചില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒരു ദൈവ പ്രവർത്തിക്ക് അതുപോലൊരു അന്തരീക്ഷം അവിടെ ആവശ്യമാണ്. ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ ആവശ്യമാണ്. സ്തോത്രം. വിശ്വസിക്കുന്ന ഒരു കൂട്ടം അവിടെ ആവശ്യമാണ്. സ്തോത്രം. അല്ലാത്തവർ വരുമ്പോൾ പ്രവർത്തിക്കുള്ള തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലൈഫിൽ പലപ്പോഴും വലിയ ദൈവ പ്രവർത്തികളെ നടക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഇതുപോലെ കാമായിട്ടിരുന്നെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും നമ്മുടെ മൈൻഡ് കാമായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രമൊക്കെയും പറയുന്നത്. കാര്യം നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് നമ്മുടെ BP കൂട്ടുക, അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കലി നമ്മളെ രോഗിയാക്കുക എന്നല്ലാതെ അവിടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് നമ്മൾ കാമായിട്ടിരിക്കുമ്പോൾ, നമ്മൾ ആശ്വാസപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചിന്തകളെ ദൈവസേന നേരായിട്ട് പോകാൻ തുടങ്ങും. സ്തോത്രം. അല്ല നമ്മുടെ മൈൻഡിൽ സ്തോത്രം നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിൽ ഫോക്കസ്ഡ് ആവാൻ നമുക്ക് സഹായിക്കും. നമ്മുടെ ഫിസിക്കൽ പ്രവർത്തനങ്ങളെ കൂളായിട്ടിരിക്കാൻ സഹായിക്കും. ദാവീദ് പറഞ്ഞതുപോലെ ഉറക്കമൊക്കെ തന്നെ വരും. സ്തോത്രം. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ആൻസൈറ്റി ആയിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കത്തില്ല. മറിച്ച് ഓരോ ദിവസവും ഹാലലുയ 40 വയസ്സുള്ള നമ്മൾ 70 വയസ്സുള്ളവരുടെ ലുക്കിലോട്ടൊക്കെയും പോകുന്നതിന്റെ കാരണം സ്തോത്രം ഇതുപോലെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് നമ്മൾ ഉള്ള ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ, അത് ജീവിതത്തിന് ഒരു ക്ലിയർ പിക്ചറോടെ സന്തോഷത്തോടെ നോക്കിക്കാണാൻ കഴിയാതെ, എല്ലാം നമ്മുടെ തലയിൽ കൂടി ഓടുന്നു, എല്ലാം നമ്മുടെ കൈകളിൽ കൂടെ ഓടുന്നു എന്നുള്ള ചിന്ത വരുമ്പോഴാണ് സ്തോത്ര ദൈവം പുറത്തും നമ്മൾ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ സമാധാനത്തെ ശത്രു കവർന്നെടുക്കാൻ ഇടയായിത്തീരും. കാരണം ശത്രുവിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒഫൻഡഡ് ആക്കുക. സ്തോത്രം. നമ്മളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. സ്തോത്രം. എന്നാൽ കർത്താവിൽ ആശ്രയമുള്ള ഒരു ദൈവം അത് ചിന്തിക്കുന്നത് എല്ലാ യുദ്ധങ്ങളും എനിക്കുള്ളതല്ല. സ്തോത്രം. എല്ലാറ്റിനും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. ചില യുദ്ധങ്ങൾ യഹോവയ്ക്കുള്ളത് മാത്രമാണ്. കാരണം എൻ്റെ മുമ്പിൽ ഞാൻ കർത്താവിനെ നിർത്തിയിരിക്കുന്നു. ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ വലത് ഭാഗത്താണ് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. സ്തോത്രം. കുലുക്കുവാൻ ശത്രു എത്ര അധികം എന്നെ ശ്രമിച്ചാലും, സ്തോത്രം, എൻ്റെ പ്രിയപ്പെട്ടവരോട് ശ്രമിച്ചാലും, ഈ പ്രോബ്ലംസിലൂടെ ശ്രമിച്ചാലും ഞാൻ കുലുങ്ങി പോകത്തില്ല. കാരണം യഹോവ എൻ്റെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ആ യാഥാർത്ഥ്യം നമ്മൾ വിശ്വസിക്കുക. അത് നമ്മുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ചില നാളുകൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മുമ്പിൽ മല പോലെ നിന്ന വലിയ പ്രശ്നത്തെ തമ്പുരാൻ എടുത്ത് മാറ്റിയിരിക്കുന്നതായിട്ട് ദൈവമായ കർത്താവിനെ കാണാൻ ഇടവരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദാവീദിനെ പോലെ നമുക്കും പറയാൻ സാധിക്കട്ടെ. നമ്മുടെ സമാധാനത്തെ കളയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തെ കളയുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ലൈഫിൽ ഉണ്ടെങ്കിൽ സ്തോത്രം, തമ്പുരാന്റെ കയ്യിലോട്ട് അതിനെ കൊടുത്തിട്ട് ദാവീദിനെ പോലെ പറയാൻ സാധിക്കണം. സ്തോത്രം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കർത്താവേ, ഞാൻ ഈ വിഷയത്തിലൂടെ സമാധാനത്തോടെ ഞാൻ ആ വിഷയത്തിന്റെ മധ്യത്തിൽ നടന്നു പോകും. കാരണം നീയല്ലോ കർത്താവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളതാ പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി. കാരണം ഭയപ്പെട്ട മനുഷ്യന് ഭയം മനസ്സിലുള്ളപ്പോൾ നേരെപാടിന് ചിന്തിക്കാൻ കഴിയത്തില്ല, കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ കഴിയത്തില്ല, ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. ആ മനുഷ്യന് ഏറ്റവും അപകടകാരിയായ മനുഷ്യനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ പുറത്ത് കളയുക എന്നുള്ളതാ ദൈവത്തെ നമ്മൾ ആശ്രയിക്കും ചെയ്യേണ്ടത്. നമ്മൾ കർത്താവിനെ വിളിക്കുമ്പോൾ തന്നെ എൻ്റെ വിഷയത്തിന്റെ മധ്യേ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹാലലൂയ. രാത്രിയിൽ സമാധാനമായിട്ട് ഉറങ്ങുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല അല്ലെ? സ്തോത്രം. നമ്മൾ കൂളായിട്ടായിരിക്കുന്നത് ഉറങ്ങുമ്പോൾ അല്ലെ എന്ന് പറയുന്ന പോലെ ചില വിഷയങ്ങളിൽ നമ്മൾ
ഇതുപോലെയുള്ള സമീപനങ്ങളെ കൊണ്ടുവരുമ്പോൾ സ്തോത്രം, വിഷയത്തിൽ മധ്യേ നമ്മളറിയാത്ത മറുപടികളെ, നമ്മളറിയാത്ത വിടുതലുകളെ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ചെയ്യും. ആ ദിവസങ്ങൾ കർത്താവ് അപ്രകാരം നമ്മുടെ ലൈഫിലൊക്കെയും വലിയ അത്ഭുതങ്ങളെ, വിടുതലുകളെ കർത്താവ് ചെയ്തെടുക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. വചനങ്ങളാൽ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.